ഹലോ എവരിവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തേത് ഒരു ട്രാവൽ വീഡിയോ അല്ല, പക്ഷേ ട്രാവലിന് ഉപകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും എല്ലാവരും നോക്കുന്നത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് അല്ലേ? ഓഡിയോ ക്വാളിറ്റി മികച്ച അല്ലെങ്കിൽ പലർക്കും കാണാൻ താല്പര്യം ഉണ്ടാവുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വയേർഡ് മൈക്കാണ്. വയേർഡ് മൈക്ക് വെച്ച് ഇതിങ്ങനെയൊക്കെ പിടിച്ചെടുക്കേണ്ടി വരും, ഇതുപോലെയൊക്കെ പിടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വയറൊക്കെ ഇങ്ങനെ കിടക്കും, അതുപോലെ തൂങ്ങി കിടക്കും, ആകെ ഒരു കൺഫ്യൂഷനാവും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു വയർലെസ് മൈക്ക് മേടിക്കാമെന്ന്. അങ്ങനെ നെറ്റിൽ കുറേ സെർച്ച് ചെയ്തു. ഗ്രെനാറോ, ബൂക്ക്, ഡിജിടെക് ഇങ്ങനെ കുറച്ച് കമ്പനികളെ കണ്ടു. പക്ഷെ അതിലൊരു വേറൊരു കമ്പനി ഞാൻ നോക്കിയപ്പോൾ ഓഡിയോ വരെ എന്നൊരു കമ്പനി കണ്ടു. അത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, മറ്റേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓഡിയോ വരയുടെ ഒരു മൈക്ക് മേടിച്ചു. അതിന് 2000 രൂപയാണ് വില. നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഈ പെട്ടിയിലാണ് വന്നിട്ട് 2 ദിവസമായി. ഇപ്പോഴാണ് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഡുവൽ മൈക്കാണ്. ഡുവൽ മൈക്ക് വിത്ത് ചാർജിങ് കേസാണ് വരുന്നത്. ഓഡിയോ വരെ VM70 അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഇതാണ് നമ്മുടെ സാധനം. VM70 അല്ല, W70 എന്നാണ്. വയർലെസ് ലേപ്പൽ മൈക്ക്, 20 മീറ്റർ റേഞ്ചാണ്. Ultra low latency, clear audio, Android and Apple adapters included. Omnidirectional pickup pattern. ഒരു ലൈറ്റ്നിങ് ടു ടൈപ്പ് സി അഡാപ്റ്റർ, അതായത് ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. ടൈപ്പ് സി ടു 3.5 ഉണ്ട്, അത് നന്നായി പോയി. 2 ഹെഡ് ചാർജിങ് കേബിൾ, ചാർജിങ് കേസ് ഉണ്ട്, ഒരു ട്രാൻസ്മിറ്റർ, 2 റിസീവർ. ഇത്രയാണ്. നമുക്കിതൊന്ന് ഊരി ഓപ്പൺ ചെയ്ത് നോക്കാം. പണ്ട് പോലെ ഓപ്പൺ ചെയ്യുന്നതിന് ഞാൻ ഭയങ്കര മിടുക്കനായതുകൊണ്ടേ പണ്ട് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ലേസിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് സിനിമ തീർന്നാലും പൊട്ടിച്ചിട്ടുണ്ടാവില്ല ഞാൻ. അതങ്ങനെ ഒരു കുഴപ്പമാണ് എനിക്ക്. തുറന്നല്ലോ. എൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് മൈക്കിൻ്റെ കവറിൻ്റെ. പിന്നെ വരുന്നത് ചാർജിങ് കേസ്. മൈക്ക് ഇതിനകത്ത് തന്നെ ആയിരിക്കണം. അതെ, ഇതിനകത്ത് തന്നെയാണ് ചാർജിങ് കേസ്. ഇതിൽ ഓഡിയോ വരെയെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററും 2 ഒരു റിസീവറും ഉണ്ട്. റിസീവർ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാവുന്നത്. ഇത് നമുക്ക് നമ്മുടെ കോളറിൽ വയ്ക്കാവുന്നതാണ്. യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ്, കൊള്ളാം. പിന്നെന്താണ് ഇതിനകത്ത് പിന്നെ വരുന്നത്? യു ഹാവ് വൺ എ സർപ്രൈസ് ഗിഫ്റ്റ്. എന്താണാവോ? താങ്ക് യു ഫോർ പർച്ചേസിങ് ഫ്രം അസ്, വാറൻറ്റി ആക്ടിവേഷൻ. ഓക്കെ, QR കോഡൊക്കെ നോക്കണ്ട, അതിലൂടെ നോക്കി നമ്മളെന്തോ വാറൻറ്റി ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ 2 കേബിൾ ഉണ്ടാവും. അതിൽ എന്തോ ചാടിപ്പോയി താഴെ. പിന്നെ ടൈപ്പ് സി ടു USB. താഴെ പോയത് എന്താണ്? താഴെ പോയത് ഇതാണ്, ലൈറ്റ്നിങ് അഡാപ്റ്റർ. ഐഫോണിൽ കണക്ട് ചെയ്യാവുന്നത്. നമുക്ക് ഐഫോണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് തന്നെ താഴെ പോയി. അതിപ്പോൾ തിരിച്ച് ഈ പെട്ടിയിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ സാമഗ്രി ഇതാണ്. റിസീവർ, 2 ട്രാൻസ്മിറ്റർ. ഓക്കെ, നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നമ്മുടെ മൈക്രോഫോൺ ട്രാൻസ്മിറ്ററിൽ ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഓണാകും. ബാറ്ററി ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്യും. പെയറിംഗ് ലൈറ്റ് ഗ്രീൻ ആകും. 3 സെക്കൻഡ് വീണ്ടും ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫാവും. പെയറിംഗ് മോഡ് ഓട്ടോമാറ്റിക്കാണ്, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ നോയ്സ് റിഡക്ഷൻ മോഡുണ്ട്. പ്രസ് ദ പവർ ബട്ടൺ വൺസ് ടു സ്വിച്ച് ബിറ്റ്വീൻ നോയ്സ് റിഡക്ഷൻ ആൻഡ് അക്കോസ്റ്റിക് മോഡ്. ഓക്കെ, പവർ ബട്ടൺ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ, ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ അക്കോസ്റ്റിക് മോഡ്. അപ്പോൾ നോയ്സ് റിഡക്ഷൻ മോഡ് എന്ന് പറയുമ്പോൾ കണക്ഷൻ ഇൻഡിക്കേറ്റർ ഗ്രീൻ ലൈറ്റ് സ്റ്റേസ് സോളിഡ്. ഓക്കെ, അക്കോസ്റ്റിക് മോഡാണെങ്കിൽ കണക്ഷൻ ഇൻഡിക്കേറ്റർ ബ്ലൂ ലൈറ്റ് സ്റ്റേസ് സോളിഡ്. മ്യൂട്ട് മോഡ്, ക്വിക്ലി പ്രസ് ദി പവർ ബട്ടൺ ട്വൈസ് ടു ടോഗിൾ മ്യൂട്ട് ഓൺ ആൻഡ് ഓഫ്. പവർ ബട്ടൺ 2 പ്രാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടാകും, പിന്നെ 2 പ്രാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ ഓണാവും. പിന്നെ വരുന്നത് റിവേർബ് മോഡ്, അതായത് നമ്മുടെ ഈ പാട്ടൊക്കെ പാടുന്ന എക്കോ മോഡ്, അത് 3 പ്രാവശ്യം നമ്മൾ ഞെക്കണം.
പവർ ബട്ടൺ. അപ്പോൾ റിവേർബ് മോഡിലേക്ക് എത്തും. പിന്നെ 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ റിവേർബ് മോഡ് ഓഫ് ആവും. ബാറ്ററി ലെവൽ ഡിസ്പ്ലേ അതിലുണ്ട് കേട്ടോ. ബാറ്ററി ഇൻഡിക്കേഷൻ 40 to 100% ആണെങ്കിൽ ഗ്രീൻ കാണിക്കും, 20 to 40% ആണെങ്കിൽ യെല്ലോ, 10 to 20% റെഡ്, ലെസ് ദാൻ 10% ആണെങ്കിൽ റെഡ് ഫ്ലാഷ് ചെയ്യും. ഇപ്പോൾ ചാർജിങ് ഡിസ്പ്ലേ ആണെങ്കിൽ ടൈപ്പ് സി കേബിൾ ടു ചാർജാണ് ഉപയോഗിക്കേണ്ടത്. ചാർജിങ് 10 to 20% റെഡ്, 20 to 99% ആണെങ്കിൽ യെല്ലോ വരും. ഫുൾ ചാർജ് ആകുമ്പോൾ ഓഫ് ആവും. ഓട്ടോ പവർ ഓഫ്, ഓട്ടോ ഷട്ട് ഓഫ് ആഫ്റ്റർ 3 minutes ഓഫ് നോ കണക്ഷൻ. നമ്മളിതിൽ ഒന്നും ചെയ്യാതെ കണക്ഷൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് എല്ലാം ഓഫാവും. അത് കൊള്ളാം. നമ്മളിപ്പോൾ റിസീവറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നേരെ കണക്ട് ചെയ്താൽ മതി. അതിൽ ഇൻസേർട്ട് ഇൻ ദ ഡിവൈസ് ടു പവർ അപ്പ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ടേൺസ് ഓൺ, റിമൂവ് ഫ്രം ദ ഡിവൈസ് ടു പവർ ബട്ടൺ, പവർ ഡൗൺ, ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ടേൺ ഓഫ്, ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്പെയറിംഗ് മോഡ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലിങ്ക്സ് സ്ലോലി. ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫോൾട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ മോഡാണ്. അപ്പോൾ ഇതിലൊരു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് പവർ ബട്ടൺ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ അക്കോസ്റ്റിക് മോഡിലേക്ക് പോയി. അപ്പോൾ ഇതൊരു ബ്ലൂ ലൈറ്റായി. അപ്പോൾ നോയ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ അക്കോസ്റ്റിക് മോഡിലാണ്, ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ മോഡിലാണ്. ഫാനൊക്കെ ഓണാണ്. ആ നോയ്സ് എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും ഞാൻ അക്കോസ്റ്റിക് മോഡിലേക്ക് ഇട്ടു. ഇപ്പോൾ നോയ്സ് കുറച്ച് ചിലപ്പോൾ കൂടുതലായിട്ടായിരിക്കും കേൾക്കുന്നത്. പിന്നെ വരുന്നത് മ്യൂട്ട് മോഡ്. മ്യൂട്ട് മോഡിന് എന്തായിരുന്നു ചെയ്യേണ്ടത്? 2 പ്രാവശ്യം ഞെക്കണം, മ്യൂട്ടായില്ല കുറച്ച് നേരത്തേക്ക്. പിന്നെ റിവേർബ് മോഡ്, അത് 3 പ്രാവശ്യം ഞെക്കണം. ഇപ്പോൾ റിവേർബ് മോഡിലാണ്, എക്കോ പോലെ ആയിരിക്കും കേൾക്കുന്നത്. പിന്നെ 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നോർമൽ മോഡിലേക്ക് വന്നു. ഇപ്പം അക്കോസ്റ്റിക് മോഡിലാണ്. ഇപ്പോൾ ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ മോഡിലെത്തി. കൊള്ളാം. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം.